പ്രോഗ്രസ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഇതത്ര ഒന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്, കാരണം റെക്കോർഡിംഗ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, നമ്മളെ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന 4 ടാസ്കുകളാണ്. ആദ്യത്തെ ടാസ്കിൽ ഒരു ചെറിയ സ്റ്റോറി നമ്മൾ തയ്യാറാക്കും. ഫസ്റ്റ് നമ്മളൊരു ചെറിയ സ്റ്റോറി തയ്യാറാക്കും, അതിന്റെ ഇമേജുകൾ ഉണ്ടാക്കും, ഇമേജിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ബാലരമകളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന അതേ പ്രോസസ്സാണ്. ഓക്കെ. അതിന്റെ സാധ്യതകൾ അനന്തമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളാണ് ഫസ്റ്റ് ടാസ്ക്. സെക്കൻഡ് ടാസ്കില് ഒരു നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ലേബറിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നോട്ടോ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുക, എനിക്ക് ഇതിന്റെ മറ്റൊരു പകർപ്പ് വേണമെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ടാസ്ക് ഉപയോഗിക്കാം. റീഡിംഗ് കാർഡ് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് വായിക്കാൻ നൽകുന്ന റീഡിംഗ് കാർഡിന്റെ ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരെണ്ണം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ ഇത് പരിപാടി ഉപയോഗിക്കാം. നാലാമത്തത് മാത്സ് വർക്ക്ഷീറ്റ്. മാത്സിന്റെ വർക്ക്ഷീറ്റ് തയ്യാറാക്കാനായിട്ടും ഇത് തന്നെ. ഇത് രണ്ടും സിമിലർ ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ജമ്പ് ചെയ്യണം, ഫസ്റ്റ് ടാസ്കിലോട്ട് ജമ്പ് ചെയ്യണം. ഞാൻ chatgpt.com എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആക്കി, ChatGPT ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം Gemini.com, Gemini.google.com, ഇത് എങ്ങനെയാണ് നമ്മൾ എടുത്തത്? നമ്മുടെ ഇതിനകത്ത് ക്ലാസ് റൂം എന്ന് പറയുന്ന ഇതിനകത്ത് കിടപ്പുണ്ട്. ക്ലാസ് റൂം B4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേ വണ്ണിനകത്ത് നമ്മുടെ ഈ ChatGPT ജെമിനിയും കിടപ്പുണ്ട്. ChatGPT എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ChatGPT ഓപ്പൺ ആക്കി. ChatGPT നമ്മൾ ഓപ്പൺ ആയി കാണുന്നതാണ്. രണ്ടാമത്തെ ജെമിനിയും കൂടെ ക്ലിക്ക് ചെയ്ത് അതിനെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചു. ഇനി ടാസ്ക് 1ലേക്ക് കടക്കുന്നു. Create me a moral story of rabbit and a tiger. Both are thick friends and I need total 10 sentences. Remember, story must be kid friendly. ആരും പറയാവോ? ഡൗട്ട് വല്ലാണോ? അല്ല. ഓക്കെ, ChatGPT വരുന്നു. അതിനകത്ത് നമ്മൾ ഈ കോപ്പി എടുത്തു വെച്ചാൽ ഞാൻ പറഞ്ഞ ആ വരികൾ അത്രയും ഇതിനകത്ത് വന്നിരിക്കുകയാണേ. ഇവിടെ ഈ 10 സെന്റൻസ് ഉണ്ട്, അതിനെ ഞാൻ ഫ്യൂ സെന്റൻസ് ഒന്നാക്കാൻ പോവാണ്. ഫ്യൂ സെന്റൻസ്. ബക്കറ്റിലേക്ക് അപ്പനോട് കേക്ക് എടുത്ത് കൊടുക്കാൻ പറയും. പഠിക്കാം. യെസ്, നമുക്ക് സ്റ്റോറി തയ്യാറാക്കി തന്നു. വൺസ് അപ്പോൺ എ ടൈം എ റാബിറ്റ് ആൻഡ് ടൈഗർ വെയർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ദ റാബിറ്റ് വാസ് സ്മോൾ ബട്ട് ക്ലവർ. എന്ന് പറഞ്ഞാൽ ആ കഥ വന്നു. ഒരു മോറലും ഉണ്ട്. ഓക്കെ, സ്റ്റോറിയും കിട്ടി, ഫ്യൂ സെന്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞു സെന്റൻസ് ആയിട്ട് തന്നത്. മോറലും കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞില്ല, ഫസ്റ്റ് പ്രോംപ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു. റീഡ് മീ മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞു ChatGPT സ്റ്റോറി തയ്യാറാക്കി തന്നു. ഞാൻ ഈ പ്രോംപ്റ്റിനെ ഇവർക്കും കൂടെ കൊടുക്കുകയാണ്, ജെമിനിക്കും കൂടെ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ജെമിനി വന്നു, സെയിം ആണ്. ഈ പ്രോംപ്റ്റ് ഏരിയയിൽ കൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ജെമിനിയുടെ ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ജെമിനി ഒരു സ്റ്റോറി ഉണ്ടാക്കുക. രണ്ടുപേരും ഒരേപോലെ വർക്ക് എടുക്കട്ടെ, ആരാണ് നല്ല കഥ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോവാണേ. ക്രിയേറ്റ് മീ എ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് ഉണ്ടാക്കി തരൂ ChatGPT എന്നാണ് ഞാൻ ChatGPT-യോട് പറയാൻ പോകുന്നത്. ക്രിയേറ്റ് മീ എ ഇമേജ് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി. അത് ഇവിടെയും പറയുന്നുണ്ടേ, ജെമിനിയിലും പറയുന്നുണ്ട്. ജെമിനി പറയുമ്പോൾ ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞ ഈ ബോക്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഈ ബോക്സ് കൂടെ ഓൺ ആക്കി വെക്കണം. ജെമിനിയിൽ മാത്രം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജെമിനിയിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ടൂൾസ് എന്ന് പറയുന്ന ഒരു സാധനം കാണും ഇവിടെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് കൊടുത്ത് ഈ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ആവും. നമ്മള് 50 പേരോളം ഉണ്ടാല് 39 പേര് ജോയിൻ ചെയ്യുക. 39. ഓക്കെ. അപ്പോ സ്റ്റോറി കാണാമല്ലോ അല്ലേ? ഇങ്ങനെ ഒരു സ്റ്റോറി വന്നു. ഇതാണ് ഇമേജ്. സ്റ്റോറിയുടെ ഇമേജ് നോക്കി കിട്ടി. ചാറ്റ് ജി പി ടിയുടെ ഇമേജ് നടക്കുന്നതേ ഉള്ളൂ, അത് ഇതുവരെ തീർന്നില്ല. ആ, ചാറ്റ് ജി പി ടി എനിക്ക് 1 2 3 4 5 6 ഇമേജ് ആയിട്ടാണ് തന്നത്. എന്നാ നമ്മുടെ ആരാണ് ജെമിനി സിംഗിൾ ഇമേജ് ആയിട്ട് തന്നു. അപ്പൊ അതിന് നമുക്കിവിടെ എന്ത് ചെയ്യാം? എനിക്ക് ഒരു ഇമേജ് മതി. ക്രിയേറ്റ് മീ എ സിംഗിൾ ഇമേജ് എന്തോന്നാണ് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി. ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഇമേജ് എനിക്ക് തയ്യാറാക്കി തരാൻ പറയണേ. ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞു, ഇവിടെ പണി കഴിഞ്ഞു. ഇവിടെ ഞാൻ പോർട്രേറ്റിൽ വേണമെന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ആയിട്ടല്ലേ തന്നെ, പോർട്രേറ്റ് ആയിട്ട് തരുമോ എന്ന് നോക്കട്ടെ. ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് തയ്യാറാക്കി തന്നു. നമ്മുടെ ടൈഗർ ഉണ്ട്, കുറെ ആനിമൽസ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കേട്ടോ. അതെങ്ങനെ സിംഗിൾ ഇമേജ് ആയി? ക്രിയേറ്റ് മീ എ സിംഗിൾ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഇതും കൂടെ നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഞാൻ എടുത്ത് വയ്ക്കാം. അഥവാ മറ്റത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതും കൂടെ ഉപയോഗിക്കാം. ഇതിനകത്ത് കിടപ്പുണ്ട്, ഓൾറെഡി കിടപ്പുണ്ട്. സിംഗിൾ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഇനി മൂന്നാമത്തെ പ്രോംപ്റ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ്. അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഇമേജ് ആക്കി തരണം. ഏതൊക്കെ? ഈ സ്റ്റോറി, ആദ്യം കണ്ട സ്റ്റോറിയെയും പിന്നെ ഈ കണ്ട ഇമേജിനെയും കമ്പൈൻ ചെയ്ത് ഒറ്റ ഇമേജ് ആക്കി തരണം എന്നാണ് ഞാൻ പറയുന്നത്. ചെയ്തു തരുമോ നോക്കാം. താഴോട്ട് പോയി ഇവിടെ ഞാൻ പേസ്റ്റ് കൊടുത്തു, എന്ത് കൊടുത്തു? ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി. അത് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇത് പോർട്രേറ്റ് ആക്കാൻ പറഞ്ഞ് പോർട്രേറ്റ് ആക്കിയേ. ഇതിനായി ആവശ്യം വന്നോളൂ. ഏതില്? ജെമിനിയിലാണ് പോർട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നത്. നമുക്കിനി ഇതിന്റെ ഒരു പേസ്റ്റ് കൊടുക്കാം. ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ. നമ്മൾ ഈ AI സോഫ്റ്റ്വെയറുകളിലെല്ലാം നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്ന സാധനം ഫിക്സഡ് റൂൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഒത്തിരി പ്രോംപ്റ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ഹാലുസിനേഷൻ പോലെ, അതായത് അതിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മളടുത്ത് ഒരു 10 കാര്യം ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരാൾ കൂടി ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പൊട്ടത്തരമായിരിക്കും ചെയ്യുക. അതുപോലത്തെ ഒരു സംവിധാനമാണ് ഏതിൽ വരുന്നേ? ഈ AI സോഫ്റ്റ്വെയറിലെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളെ വരികൾ വളരെ സിമ്പിൾ ആയിരിക്കണം. ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ്. ആ സ്റ്റോറിയുടെ കുറച്ച് വരികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജെമിനി ഫെയിലാണ് ആയത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല. ഇനി നമ്മളിത് ഇവനിൽ കൊടുക്കുകയാണ്. ഇവൻ ക്രിയേറ്റ് ആൻ ഇമേജ് കമ്പൈൻ ബോത്ത്, അത് കറക്റ്റ് ആയിട്ട് കിട്ടി. വൺസ് അപ്പോൺ എ ടൈം എ റാബിറ്റ് ആൻഡ് ടൈഗർ വെർ ബെസ്റ്റ് ഫ്രണ്ട്സ്. എവിടെ കിടക്കാം? സ്റ്റോറി ഇതിനകത്ത് വന്നു. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇത്രയും കിട്ടിയാൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നും ആവശ്യമില്ല. ഇത്രയും പ്രോസസ് ചെയ്യും. എവിടെ കിടക്കുന്നു? ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ക്ലാസ് റൂമിലെ എല്ലാ ടാസ്കുകളും 1 by 1 ആയിട്ട് ചെയ്യുക. ടാസ്ക് 1, പ്രോംപ്റ്റ് 1, പ്രോംപ്റ്റ് 2, പ്രോംപ്റ്റ് 3. ഈ 3 പ്രോംപ്റ്റും കൃത്യമായിട്ട് ചെയ്യുക. ജോയിൻ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി തയ്യാറായി കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള ക്ലാസ് നോട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ക്ലാസ് നോട്ട് എങ്ങനെയാണ് ഇരിക്കുക? എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് അതിന്റെ ഒരു ക്ലോൺ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പകർപ്പ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇമേജ് ആണ് സാറേ തയ്യാറാക്കാം. ചോദിച്ചോട്ടെ. യെസ്, പറയൂ. ഹലോ പറയൂ. സാറേ, ഓരോ ടാസ്കിലും നമുക്ക് കിട്ടുന്ന ഈ പ്രോഡക്റ്റിനെ നമ്മൾ സേവ് ചെയ്തിടണ്ടേ? അതെവിടെയാ സേവ് ചെയ്തിടുന്നേ? താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടി അറിയണം. ആ ടീച്ചർ ചോദിച്ചതിനൊന്ന് മറുപടി കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഈ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇതിന്റെ താഴെ ഒരു ആരോ കാണുന്നു, ഡൗൺലോഡ് ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവര് അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. എളുപ്പത്തിന് ഇവിടെ വെച്ച് ഇവിടെ എവിടെ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് കാണിക്കും? കോപ്പി ഇമേജ് ഉണ്ട്, സേവ് ഇമേജ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സേവ് ഇമേജ് കൊടുക്കും. ഇനി മൊബൈലിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഇതിപ്പോ എവിടെയാ സേവ് ചെയ്യുന്നത്? ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സേവ് ആകും. അപ്പൊ ഇതങ്ങനെ സേവ് ആകും. അതുപോലെ എല്ലാ പിക്ചറും നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഫോണിൽ ചെയ്യുമ്പോൾ ഫോണിലെ പിക്ചറിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫോണിന്റെ സേവ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെനു വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. അതിനെ നമുക്ക് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതാണ് അതിന്റെ പരിപാടി. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് നമ്മൾ വളരെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ടാസ്കിലോട്ട് പോവുകയാണ്. കോപ്പി ക്ലാസ് നോട്ടിനെ നമ്മൾ തയ്യാറാക്കുക. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റോ വല്ലതൊക്കെ കാണുമല്ലോ, നമ്മൾ പഠിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ എന്തായാലും കാണും. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോണിൽ കിടപ്പുള്ള ഏതെങ്കിലും ഒരു ഇതാണ് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഒരു ഇമേജ് നമുക്ക് കയ്യിലെടുക്കാം. ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? ഗൂഗിൾ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് 2 രണ്ടാം ക്ലാസ്സിന്റെ ഒരു ഇംഗ്ലീഷ് വർക്ക് എടുക്കും. ഇംഗ്ലീഷിന്റെ ഒരു വർക്ക് എടുക്കാം. ഇംഗ്ലീഷ് വർക്ക് ഇമേജ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കുറെ ഇമേജ് വരും. രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ വർക്കാണ് ഈ കാണുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കിനെ നമ്മൾ ഇതിനെ പകർപ്പെടുക്കാൻ അതിന്റെ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പകർപ്പ് എടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ എളുപ്പമുള്ള ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇമേജിനെ ഞാൻ പിക്ക് ചെയ്യണേ. അതിനെ ഞാൻ വലുതാക്കി ഈ ഇമേജ് മാത്രം. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിലെന്താ പറഞ്ഞ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ഓർ ആൻഡ് ഇതുപോലത്തെ ഒരു സാധനം ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കോപ്പി ഇമേജ് കൊടുത്തു. ഇവിടെ ക്ലോസ് ചെയ്തു. ചാറ്റ് ജി പി ടിയിൽ വന്നു. ചാറ്റ് ജി പി ടിയിൽ അവസാനം ചെയ്ത വർക്കാണ്. അത് വേണ്ട, പുതിയത് എടുക്കാം. പുതിയത് എങ്ങനെ എടുക്കും? മുകളിൽ ലെഫ്റ്റിൽ ടോപ്പിൽ ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ പുതുതായിട്ടാണ് തുടങ്ങുന്നത്. എന്റെ കയ്യിൽ മറ്റേ ഗ്രാമർ കോപ്പി ചെയ്ത് കിടപ്പുണ്ട് മെമ്മറിയിൽ. അതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഇനി അപ്പൊ നിങ്ങൾ ഒരു സംശയം ചോദിക്കും, ഞാൻ മൊബൈലിലാണ് ചെയ്തത്, ഞാൻ എന്ത് ചെയ്യും? ഗാലറിയിൽ കിടപ്പുണ്ട്. അപ്പൊ എങ്ങനെ എടുക്കും? ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ കൊടുക്കണം. അപ്പോ നമ്മുടെ എവിടെയാണോ നമ്മുടെ സാധനം കിടക്കുന്നത് അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഡൗൺലോഡ്സിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ചെയ്യാം. ഇനി നമ്മുടെ പ്രോംപ്റ്റ് നോക്കാം. നേരെ ക്ലാസ് റൂമിൽ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇമേജ് ടു ടെക്സ്റ്റ് അവനെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും.
പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ ടാസ്കും നമ്മൾ ചെയ്തിരിക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, സാധനമോ ടെക്സ്റ്റ് വന്നാണ്ടോ? ഇതിപ്പോ ഏത് വേദാന്തയാണ്, വേദാന്തു ഏർലി ലേണിംഗിന്റെ ഒരു സാധനമാണ്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ഈ വരികൾ മാത്രം മതി. ഇത്രയാണ് നമുക്ക് ആവശ്യം, കേട്ടോ. ഇനി നമുക്ക് പ്രോംപ്റ്റിലോട്ട് വീണ്ടും വരാം. അപ്പൊ ഫസ്റ്റ് സാധനമായി. ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാണുന്ന ഇമേജിനെ ടെക്സ്റ്റുകൾ മാത്രമായിട്ട് ഇങ്ങോട്ട് AI കൊണ്ട് ചെയ്യിച്ചു. ഇമേജ് ടു ടെക്സ്റ്റ്. ക്ലിയർ അല്ലേ? ഇതിനകത്തുള്ള ടെക്സ്റ്റുകൾ ഇമേജിനെ ടെക്സ്റ്റ് ആക്കും. നോക്ക്, നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതിയെന്ന് വെച്ചോ. നിങ്ങളുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് നിങ്ങൾ എഴുതിയതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആക്കി വേർഡിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതേ പരിപാടി ചെയ്താൽ മതി. ഫോണിൽ എന്ത് ചെയ്യണം? ഫോട്ടോ എടുക്കണം, അതിനെ ഇമേജ് ടു ടെക്സ്റ്റ് ആക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ടെക്സ്റ്റ് എടുക്കുക, വേർഡോ അങ്ങനെയുള്ള ഏത് സോഫ്റ്റ്വെയറിൽ വേണം കൊണ്ടുപോയി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിനെ ഭംഗിയാക്കി അതിനെ പ്രിന്റ് എടുക്കാം. ടൈപ്പ് ചെയ്യണ്ട, കേട്ടോ. ഈ ഓൾറെഡി ടൈപ്പ് ചെയ്ത സാധനത്തിനെ പോലും ഇതുപോലെ നമുക്ക് കൊണ്ടുവരാം. ഇനി ഇതുപോലെ വർക്ക്ഷീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഇതുപോലെ കൊണ്ടുവരാം. ഇതുപോലെ നോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കൊണ്ടുവരാം. അനന്തമാണ് ഇതിന്റെ സാധ്യതകൾ. പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിളിക്കണം വരെ പറയാൻ പറ്റും. അപ്പോ നമ്മൾ അത് പറയുന്നില്ല. നമ്മൾ രണ്ടാമത്തെ പരിപാടി ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് മീ അനദർ ടൈപ്പ് ക്വസ്റ്റ്യൻ, റിമെമ്പർ ഡോണ്ട് കോപ്പി. ഞാനിവിടെ ക്വസ്റ്റ്യൻ എന്നാണ് കിടക്കണത്, അതുപോലെ എടുത്ത് കോപ്പി ചെയ്യരുത്. നിങ്ങൾ മാറ്റം വരുത്തണം. ഇതിന് മുമ്പുള്ള ടീമിന് ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്, നമുക്ക് തന്നത് ഒരു വർക്ക്ഷീറ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് മാറ്റം ടീച്ചറെ വരുത്തണം? ക്വസ്റ്റ്യനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം ഒന്ന് പറഞ്ഞു തന്നേ. അനദർ ടൈപ്പ് വർക്ക്ഷീറ്റ്, അനദർ ടൈപ്പ് വർക്ക്ഷീറ്റ്, റിമെമ്പർ ഡോണ്ട് കോപ്പി, അല്ലെങ്കിൽ ഐ നീഡ് ന്യൂ വൺ, ഐ നീഡ് യുണീക്ക് വൺ എന്നൊക്കെ നമുക്ക് പറയാം, കേട്ടോ. നോക്കൂ, ഇപ്പോ ഈ എ ആൻഡ് ആൻ വെച്ചിട്ടുള്ള പുതിയ ഒരെണ്ണം തന്നെയാണ്. അതിനോടൊപ്പം കുറച്ച് കൂടുതൽ തന്നു, പറഞ്ഞതിനേക്കാളും കൂടുതൽ തന്നു. മൂന്നാമത്തെ വർക്ക്ഷീറ്റ്, നാലാമത്തെ, കേട്ടോ. അപ്പോ നമ്മൾ ഈ പ്രോംപ്റ്റുകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി, ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്ന വർക്ക് ചെയ്യണം. അതിനുശേഷം സമയം സ്പെൻഡ് ചെയ്യണം, കുറേ സമയം ഇതിന്റെ മുന്നിൽ ഇരിക്കണം. നമ്മൾ എത്രത്തോളം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യോ അത്രത്തോളം കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആണ് നമ്മൾ പറഞ്ഞത്. ഏതാ? ക്ലാസ് നോട്ടിനെ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സാധനം കിട്ടും. ഇങ്ങനെ കൊണ്ടുപോയിക്കൂടെ ടീച്ചറെ? നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൂടെ ഈ കോപ്പി ചെയ്ത് കിട്ടിയ സാധനം? ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ്. ഇതിന് പകരം ഞാൻ കൊടുത്ത ഇമേജ് ഒരു നോട്ടായിരുന്നെങ്കിലോ ഇതേ ഫംഗ്ഷൻ തന്നെ അവിടെയും കിട്ടും. നമ്മുടെ കയ്യിൽ ലേബർ ഇന്ത്യ ഉണ്ടെന്ന് വിചാരിച്ചോ. ലേബർ ഇന്ത്യയുടെ ഒരു പാഠഭാഗത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ മറ്റൊരു പകർപ്പ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇമേജ് മാറ്റണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്തും നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക. ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ, കൂട്ടുകാരിയോട് പറയുന്ന പോലെ നമ്മളിവിടെ പറയുക, അങ്ങനെ തിരുത്തി തരിക, ഇങ്ങനെ തിരുത്തി തരിക എന്നൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. നമ്മൾ നോട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രസകരമായ ഒരു സാധനം കാണിച്ചു തരാം. ഇതിനെ കോപ്പി എടുത്തിട്ട്, ഇത്രയേ ഉള്ളൂ, ഇതിനെ കോപ്പി എടുക്കും. ഇത് വെച്ചിട്ട് ഞാനൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കാൻ പോവേണേ. എന്തുണ്ടാക്കാൻ പോവേണം? ഒരു വർക്ക്ഷീറ്റ്. അപ്പൊ അതിനുവേണ്ടി ന്യൂ ചാറ്റ് എന്ന് പറയുന്ന സാധനം എടുത്തു. അതിനകത്ത് ഞാൻ നേരത്തെ കോപ്പി എടുത്ത സാധനത്തിന്റെ ഫ്രണ്ടിലായിട്ട് ക്രിയേറ്റ് മീ ഇമേജ് എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഞാൻ കോപ്പി എടുത്ത സാധനം പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു മറ്റേ നേരത്തെ ഇതിൽ തന്നില്ലേ, അവൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇപ്പൊ എനിക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കി തരും. ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് ആ പറഞ്ഞ സാധനത്തിന് അത്രയും പേസ്റ്റ് ചെയ്തു. ഇനി നോക്കട്ടെ എങ്ങനെയാണ് ചാറ്റ് GPT ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കി തരണേന്ന്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം.
ഓക്കെ, നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇത് ചെയ്യാത്തവരൊന്നും ചെയ്തിട്ടേക്കണേ. ഈ ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്ന അതിനകത്ത് കയറിയിട്ട് മീഡിയ ഫോണിൽ ഞാനത് പറഞ്ഞുതരാം. ഞാൻ വിട്ടു എന്റെ പേര്. നമ്മുടെ ഈ ഇമേജ് ഒന്ന് ഫോണിൽ സേവ് ആവാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അതൊന്നും ചെയ്തേക്കണേ. വാട്സാപ്പിൽ മീഡിയ വിസിബിലിറ്റി നോ ആക്കി കൊടുക്കണം. മീഡിയ വിസിബിലിറ്റി ഇല്ലെങ്കിൽ ഈ ഇടുന്ന വർക്കുകളെല്ലാം കൊണ്ട് നിങ്ങളുടെ ഫോണ് ഇതായി പോകും, ജാമായി പോകും, ഹാങ് ആയി പോകും. ഫൺ വിത്ത് എ ആൻഡ് ആൻ എന്ന് പറഞ്ഞത് നല്ല രസമുള്ളൊരു ഒരു എന്ത് തയ്യാറാക്കി തന്നു, വർക്ക്ഷീറ്റ് തയ്യാറാക്കി തന്നു. ഇത് മലയാളത്തിന്റെ, ഇംഗ്ലീഷിന്റെ, മാത്സിന്റെ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും മുമ്പിൽ പോയി അയ്യോ എനിക്ക് അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കണ്ട, ഇല്ലേ? നോട്ടൊക്കെ നമുക്ക് തന്നെ ഉണ്ടായിക്കൂടെ ടീച്ചറെ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പലതരത്തിലുള്ള നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് പരീക്ഷിക്കണം. മാക്സിമം റിസൾട്ടുകളൊക്കെ വരുത്തി ഈ ദിവസങ്ങൾ ഇന്ന് കൊണ്ടും തീർത്ത് അല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ എക്സ്പേർട്ടായി മാറണം. ഓക്കെ, അപ്പോൾ നോട്ടിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നോട്ടിനെ ഇമേജ് ടു ടെക്സ്റ്റ് കൊടുത്തു. ആദ്യം എന്ത് ചെയ്തു, ഒരു നോട്ട് നമ്മൾ എടുത്തു, നമ്മൾ സെലക്ട് ചെയ്യേണ്ട സാധനത്ത് എടുത്തു, ചാറ്റ് GPT കൊണ്ടുവന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ഇമേജ് ടു ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ക്രിയേറ്റ് മീ അനദർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓർ വർക്ക് ബുക്ക് ഓർ നോട്ട് എനിത്തിങ്, ഒരു വിഷയമല്ല എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. എന്നിട്ട് റിമെമ്പർ ഡോൺ കോപ്പി എന്നോ ഐ വോണ്ട് ഫ്രഷ് ഉണ്ടെന്നോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം കേട്ടോ. ആ ഒരു ആശയം വരുന്ന ഒരു സാധനം വേണം അത് കൊടുക്കാൻ. തേർഡ് വൺ, റീഡിങ് കാർഡ്. റീഡിങ് കാർഡ് നമ്മൾ ഇംഗ്ലീഷ് ഒരെണ്ണം ചെയ്യും, മലയാളം ഒരെണ്ണം ചെയ്യാം. ഇംഗ്ലീഷ് ഒരെണ്ണം ചെയ്യാണേ. 8:30, നമുക്ക് ഒരുപാട് സമയമുണ്ട്. 8:30 ആയിട്ടും റീഡിങ് കാർഡ് എടുത്ത് ന്യൂ ചാറ്റ് എടുത്തു. ഒരു പ്രോംപ്റ്റ് എന്റെ കയ്യിലുണ്ട്, പ്രോംപ്റ്റ് എന്തെന്ന് വായിക്കാം. സിമ്പിൾ ഇംഗ്ലീഷ് റീഡിങ് കാർഡ് ഓഫ് എ മാംഗോ. ഐ നീഡ് 5 ലൈൻ, 5 ലൈനുള്ള ഒരു റീഡിങ് കാർഡ് എനിക്ക് തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ. പറഞ്ഞതാ 5 വരികളുള്ള ഒരു റീഡിങ് കാർഡ്. എന്താണ്, എന്തിനെ കുറിച്ചാണ്? മാംഗോ. എന്തിനെ കുറിച്ചാണ്? മാംഗോ. നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ ഇംഗ്ലീഷ് റീഡിങ് കാർഡ്. ഇമേജ് ആയിട്ട് വരൂ, ടെക്സ്റ്റ് ആയിട്ട് വരൂ? നോക്കാം. ഇതോ ടെക്സ്റ്റ് ആയിട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. മാംഗോ റീഡിങ് കാർഡ് പറഞ്ഞ പോലെ 5 വരിയാണ് ഉള്ളത്. ഈ മാംഗോ മാറ്റിയിട്ട് എന്ത് തന്നാലും അത് വരും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു പിക്ചർ ഇമേജ് എന്ന് പറഞ്ഞ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കൂ. ക്രിയേറ്റ് മീ ഇമേജ്, ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന്റെ മെമ്മറിയിൽ കിടക്കുകയാണ്. ഏത് കിടക്കുന്നു? എന്റെ ഒരു ഉദ്ദേശത്തിൽ എനിക്ക് ഇതാണ് തയ്യാറാക്കി തരേണ്ടത്. തരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ചാറ്റ് GPT തരുമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അത് തന്നാ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്രോംപ്റ്റ് കൊടുക്കും. അതാണ് അതിന്റെ രീതി. എന്തോന്ന് വരുന്നതെന്ന് നോക്കട്ടെ. 41 പേരുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ കണക്ഷൻ കട്ടാവും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ചോദിക്കും. ഡൗട്ട് വന്നില്ല എങ്കിൽ അതാ വന്നു. മാംഗോയുടെ ഒരു അടിപൊളി റീഡിങ് കാർഡ് വന്നു. ഇതെങ്ങനെ ടീച്ചറെ സേവ് ചെയ്യുന്ന? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് കൊടുത്ത് സേവ് ചെയ്യും. വളരെ എളുപ്പമാണ്. ഏത് കൊച്ചു കുഞ്ഞിനും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് മലയാളത്തിലോട്ട് കടന്നാലോ? മലയാളം ഇതുവരെ നമ്മൾ തൊട്ടില്ല. അപ്പൊ മലയാളത്തിലോട്ട് കടക്കാം. മലയാളം ന്യൂ ചാറ്റ് എടുത്തിട്ട് മലയാളത്തിലുള്ള ഒരു റീഡിങ് കാർഡ് തയ്യാറാക്കി തരാൻ പറയാം. മലയാളത്തിൽ ഒരു റീഡിങ് കാർഡ് തയ്യാറാക്കി തരും. ഇത് പ്രൈമറി സ്റ്റുഡൻസ് ലെവലിലുള്ളതാണ് പറഞ്ഞേക്കുന്നത്.
ഇതൊരു പൂവാണ്. പൂവ് മനോഹരമാണ്. പൂവിന് നല്ല മണമാണ്. പൂവുകൾ നല്ല നിറമുണ്ട്. ഓക്കെ, കുറച്ച് ചോദ്യമൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം പിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ഇമേജ്. നമ്മുടെ സ്ക്രീന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞോടെ ഞാൻ ഇട്ട് തരാം. അപ്പൊ അത് നോക്കി ചെയ്യാം. എളുപ്പമാണ്. ഒരുപാട് തവണ അത് അങ്ങനെ കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും വളരെ പെട്ടെന്ന് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആരും ഡൗട്ടൊന്നും ചോദിക്കാത്ത. സാറേ ഞാനേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേറിയത്. അപ്പോ ഇതിന്റെ റെക്കോർഡഡ് ഉണ്ടാവോ വീഡിയോ? എന്തോ ടീച്ചറെ ചെറിയ ശബ്ദം കേൾക്കാം. സിലു ടീച്ചർ ഉറക്കെ പറയൂ. സാറേ ഞാനേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേറിയത്. അപ്പൊ ആദ്യത്തെ ഇതിന് കണ്ടില്ലായിരുന്നോ? അപ്പൊ ഇതിന്റെ റെക്കോർഡഡ് കിട്ടോ? ഇതിന്റെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഈ റെക്കോർഡിംഗ് കിട്ടും. ടീച്ചർ ഓക്കെ ശബ്ദം അടക്കം കിട്ടും. പേടിക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും കേട്ടോ. വായനക്കാർഡ് നമുക്ക് ഇവിടെ തന്നില്ലേ. ഈ കണ്ട സാധനത്തിന് നമ്മൾ എന്താണ് ഞാൻ കൊടുത്തതെന്ന് ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇതൊരു പൂവാണ്. പൂവ് മനോഹരമാണ്. പൂവിന് നല്ല മണമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു യാന്ത്രികമായ മലയാളമാണ്. AI തയ്യാറാക്കി തന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ ഡേ 3 നമ്മൾ ഇതിനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പഠിക്കും കേട്ടോ. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഇതില് ഒന്ന് തെളിയുക. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ചെയ്യണം ടീച്ചേഴ്സ്, ഒരുപാട് ചെയ്യണം. ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ കോഴ്സിന്റെ ഒരു പകുതി വരെ എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിലുള്ളതും കിട്ടി, ഇംഗ്ലീഷിലുള്ളതും കിട്ടി. ഇനി നമ്മളെ ഇവനെ വിഷമിപ്പിക്കണ്ട, കാരണം അവന് പണിയൊന്നും കൊടുത്തില്ലല്ലോ. ജെമിനി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവന് ഒരു പണി കൊടുത്തു. ജെമിനിയുടെ അടുത്ത് ഈ കൊടുത്ത പ്രോംപ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ പേസ്റ്റ് ചെയ്യാനേ. ക്രിയേറ്റ് മീ എ കളർഫുൾ പോർട്രേറ്റ് നമ്മുടെ കൊടുക്കാം. പോർട്രേറ്റ് മലയാളം റീഡിംഗ് കാർഡ് ഫോർ പ്രൈമറി സ്റ്റുഡൻറ്. മലയാളം വായനക്കാർഡ്. വാക്യങ്ങൾ വായിക്കാം. ഇതെന്റെ പൂച്ചയാണ്. പൂച്ച പാല് കുടിക്കുന്നു. പൂച്ച കളിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ ടീച്ചേഴ്സ്, ഇതാണ് സംഭവം. ഈ ലേറ്റായി വന്നവരോട് ഞാൻ പറയാണ്, നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അത് നോക്കി ചെയ്യാം. ഒരേ കാര്യം തന്നെ. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത 4 ടാസ്ക് നമ്മൾ ചെയ്യുമെങ്കിലും ഒരു കാര്യത്തിന്റെ 4 വേർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേതിൽ ഒരു സ്റ്റോറി തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ ഇമേജ് കൊടുത്തിട്ട് ഒരു ക്ലാസ് നോട്ടോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്ത് സാധനമായിരുന്നു പഠന സംബന്ധമായ വിഷയത്തിന്റെ മറ്റൊരു പകർപ്പ് തരാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ ലോജിക്ക് ഇതായിരുന്നു. പിന്നെ റീഡിംഗ് കാർഡ് തയ്യാറാക്കാൻ ഇംഗ്ലീഷിലും ചെയ്തു, മലയാളവും ചെയ്തു. ഈ ടോപ്പിക്ക് മാമ്പഴമായിരുന്നു, അത് കൊടുക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, അത് നമുക്ക് വേറെ ഒരെണ്ണം ചെയ്തുക. മാത്സ് വർക്ക്ഷീറ്റ് ഉണ്ട്. അത് മാത്സുകാരെ പണക്കണ്ട, മാത്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ന്യൂ ചാറ്റ് എടുത്തിട്ട് ഒരു മാത്സ് വർക്ക്ഷീറ്റ് ഉണ്ടാക്കാം. നോക്കട്ടെ അതെങ്ങനെയാണ് തയ്യാറാക്കി തരുന്നതെന്ന്. എന്താ മാത്സ് ഫൺ വർക്ക്ഷീറ്റ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രേഡ് 1കാർക്ക് വേണ്ടിയിട്ട്. നോക്കൂ, ഇനി നമ്മൾ ആരെയെങ്കിലും കാല് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആരുടെയും കാല് പിടിക്കേണ്ട. നിങ്ങൾ ഇനി ക്രിയേറ്റർ ആയി മാറുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം. ആരെയും സഹായം വേണ്ട. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളായിട്ട് ഇന്ന് മുതൽ മാറാൻ പോവുകയാണ്. അപ്പൊ ഇതിന് എത്രയും ഞാൻ കോപ്പി എടുക്കുകയാണേ. എനിക്ക് എല്ലാം വേണ്ട. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്ത 5 എണ്ണവും ക്രിയേറ്റ് ചെയ്ത്. എനിക്ക് 5 എണ്ണം ഒന്നും വേണ്ട.
ഐ വോണ്ട് ഓൺലി 3 പാർട്ട് 3 അത്രയും മതി. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ക്രിയേറ്റ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, അതിനകത്തില്ല, നമ്മളെ ഗൂഗിൾ നോട്ടിനകത്തില്ല. ചെറിയ ചില ടിപ്പുകൾ നമ്മൾ ഇതിനകത്ത് പറയുന്നതാണ്. ഞാൻ എന്താ ചെയ്തേ, ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്ത് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഈ മാത്സ് ഫൺ വർക്ക്ഷീറ്റ് എനിക്കിതിനെ ഒരു ഇമേജ് ആക്കി കിട്ടണം. ഇനി ഇതിനെ മലയാളം ആക്കണമെങ്കിൽ എന്ത് കൊടുക്കാം? ആരെങ്കിലും ഒരാൾ ഒരു ഐഡിയ പറ. എനിക്കിത് മലയാളം വേണം. ഇത്രയും പേര് ഇരിക്കുകയില്ലേ, ഒരു ഐഡിയ പറഞ്ഞേ. മലയാളം എന്ത് പറയാം? മലയാളം ട്രാൻസ്ലേഷൻ എന്നോ വേർഷൻ എന്നോ ഒക്കെ കൊടുത്താൽ മതി. എന്ത് എളുപ്പം, സിമ്പിൾ പരിപാടിയാണ്. നോക്കൂ, ഇതെല്ലാം കുഞ്ഞു കുട്ടികൾ വരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മൾ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പോൾ അത് ചെയ്യുക. അതിന്റെ റിസൾട്ട് നമുക്കിപ്പോ കിട്ടും. വന്നിട്ടുണ്ടാകും. വന്നോ? ഇല്ല, വന്നില്ല. വരും. വന്നു. യെസ്. മാത്സിന്റെ ഒരു വർക്ക്ഷീറ്റ് ആണ് ഗ്രേഡ് 1. ഇല്ലേ, നല്ല രസമുണ്ട്, കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മളിത് അയക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് നോക്കിക്കോണം. നാളെ മുതൽ ഞാൻ ഇത് പഠിച്ചു എന്ന് പറഞ്ഞ് നേരിട്ട് എടുത്ത് അയച്ചു കൊടുക്കരുത്. കാരണം ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, എന്തെങ്കിലും തെറ്റുകളൊക്കെ വരാം. അപ്പൊ അതൊക്കെ നോക്കി കുട്ടിക്ക് അയക്കുന്നതിന് മുമ്പ് നമ്മൾ തിരുത്താനൊക്കെ പഠിച്ചിട്ട് വേണം അയച്ചു കൊടുക്കാനേ. ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇത് നമ്മളെ ഫോണിലോട്ട് സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഫോണിലാണെങ്കിൽ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. സേവ് ചെയ്യണോ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളെ 4 ടാസ്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മളെ ഡൗട്ട് സെക്ഷനാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടീച്ചേഴ്സ് പ്ലീസ് കം ഓൺ. 42 പേരുണ്ട്. എന്തെങ്കിലും ഒക്കെ പറയൂ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിനകത്ത് സാർ ഒരു സംശയം. ഇതിനകത്ത് വർക്ക്ഷീറ്റ് ഇപ്പം സാറ് ചെയ്തപ്പോ തന്നെ ആ. പിക്ചറിൽ ചക്കയുടെ പടം കാണിച്ചിട്ട് ചക്കു അങ്ങനെ എന്തോ ആണ് കാണിച്ചിരുന്നത്. അപ്പൊ അത് തെറ്റായിട്ടാണ് വന്നത്. അപ്പൊ ആ തെറ്റ് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്ന ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിൽ പോലും ഈ ചാറ്റ് GPT ഒക്കെ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മുടെ രീതി, അതായത് മലയാളം എന്ന് പറയുന്ന ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ചാറ്റ് GPT പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ ഡെവലപ്പായി വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ജെമിനിയിൽ പോയിട്ട് ആ മലയാളം സാധനം കൊടുക്കുന്നു. കമ്പയറിങ് ചാറ്റ് GPT ജെമിനിയില് തെറ്റുകൾ വളരെ കുറവാണ്. ഓക്കെ, അഥവാ ഇങ്ങനെ തെറ്റ് വന്നാൽ ഇതിനകത്ത് തെറ്റുകൾ വരും. തെറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സേവ് ചെയ്ത് ക്യാൻവയിൽ കൊണ്ടുപോയി അതിനകത്തിട്ട് തെറ്റായ ഭാഗങ്ങളെ നമ്മൾ മേക്കപ്പ് ചെയ്ത് തെറ്റില്ലാത്ത ഒരു വായനക്കാർഡോ നോട്ടോ ആക്കിയായിരിക്കും നമ്മൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ? ക്ലിയർ ആണ് സാറേ. ഇത് ചെയ്യുമ്പോ ഞാനിത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് ഇപ്പൊ സാറ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴുണ്ടല്ലോ പിക്ചറിന്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ പിന്നെ ഈ ജെമിനിയിലേക്ക് പോയപ്പോഴത്തേക്ക് കുറച്ചുകൂടി സാറ് പറഞ്ഞതുപോലെ ചാറ്റ് GPTയെക്കാളും കുറച്ചുകൂടി കൃത്യതയുള്ളത് ജെമിനിയിലാണ്. യെസ് യെസ്. അപ്പോ അത് നമുക്ക് ഇനിയും വരും. ഈ ഇപ്പൊ ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മള് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 3 ക്യാൻവ കൈകാര്യം ചെയ്യും. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ക്ലാസ് റൂമിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടോ? നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ആർക്കെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? ഗൂഗിൾ ക്ലാസ് റൂം ലേറ്റായി വന്ന ആർക്കെങ്കിലും ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെയാണ് എടുക്കേണ്ടത്? ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു സ്റ്റുഡന്റ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഒരു സ്റ്റുഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂം ആണ്. ഗൂഗിൾ എന്ന് അടിക്കുകയാണ്. ഗൂഗിൾ എന്ന് അടിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് കൊടുക്കണം. എന്തായാലും നമുക്ക് അവസാനം പറയാൻ വേണ്ടി വെച്ചതാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം. ഇതൊരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ബാച്ച്
3 ബാച്ച് 4 ഞാൻ എത്തിയില്ല. ബാച്ച് 4 എത്തി. അപ്പൊ ബാച്ച് 4 എത്താൻ വേണ്ടി ബാച്ച് 4 എത്തണമല്ലോ. പ്ലസ് ബാച്ച് 4 ജോയിൻ ക്ലാസ്. ഈ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന ലിങ്കിൽ നമ്മള് ഇതിനകത്തുണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ B4 മെമ്പറായിട്ട് മാറും. ഇപ്പൊ ഞാൻ B4 കയറി, കണ്ടോ? B4 ഈ ക്ലാസ് റൂമിൽ, ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാത്തവര് ഈ B4 ആഡ് ചെയ്തോണം. B3 ഉണ്ടായിരുന്നവർ അങ്ങനെ തന്നെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. B3 വർക്കുകളും കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡേ 1 ക്ലിക്ക് ചെയ്യുക. നമ്മളെ പ്രോംപ്റ്റ് എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ഇതെടുത്ത് വെച്ച് പഠിക്കുക, കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. അതിനകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ വർക്ക് നമ്മൾ ചെയ്യണം. നമുക്ക് ഒരു അസൈൻമെന്റും കൂടെ ഉണ്ട്. അപ്പൊ അസൈൻമെന്റ് ടീച്ചറിന്റെ ഇതിനകത്താണ്. അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ അസൈൻമെന്റ്. കട്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് അസൈൻമെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിനകത്ത് കൊണ്ടുവരും. ക്രിയേറ്റ് അസൈൻമെന്റ് ഡേ 1. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള പണിയാണ് ഈ 4 ഒരു സ്റ്റോറി തയ്യാറാക്കിയ, ക്ലാസ് നോട്ട് തയ്യാറാക്കുകയോ റീഡിംഗ് കാർഡ് തയ്യാറാക്കുകയോ ഒക്കെ ചെയ്ത് അതിനകത്ത് ഇടാം. എങ്ങനെ ഇടണമെന്നുള്ളത് ഞാൻ പറഞ്ഞു. നമുക്ക് ഓരോ വർക്ക് നമ്മൾ ഓരോ ദിവസം ഡേ 1 കഴിയുമ്പോൾ അതിന്റെ അസൈൻമെന്റും കൂടെ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എത്ര 29, 50 പേരുള്ളതിൽ 29 പേര് ജോയിൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവര് നമ്മുടെ B4 കയറി അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷന്റെ ഇവിടെ നമ്മൾ ലിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ആണോ? ഈ ഗൂഗിൾ ക്ലാസ് റൂം അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. കയറാത്തവർ ഈ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങളുടെ മൊബൈലിൽ കാണും ഡിസ്ക്രിപ്ഷൻ. തീരെ അറിയാത്തവര് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവില്ല അറിയാവുന്നവർ, അവരുടെ ചോദിച്ച് ഡിസ്ക്രിപ്ഷൻ എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം കാണാം. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് വേർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫോണിൽ കാണും. ഡേ 1 എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. ഡേ 1 അസൈൻമെന്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യും. വലിയ സുഖം. ഓക്കെ, ആ വ്യൂ ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ എങ്ങനെ അവര് ഇവിടെ കാണിക്കുക. ഈ B4 ബിക്കം എ സ്മാർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് കയറി ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. വ്യൂ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് ഭാഗം വരുന്നത്. നമുക്ക് 4 ടാസ്ക് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് അതിനകത്ത് ഇടുക, അല്ലെങ്കിൽ 4 ഇടുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓരോ ദിവസവും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എത്ര അസൈൻമെന്റ് ചെയ്തു, എത്ര വർക്ക് ചെയ്തു, നമുക്ക് തന്നെ ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ആഡ് കൊടുത്തിട്ട് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഫയൽ നമുക്ക് ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഡൗൺലോഡിലോ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ കിടക്കുന്നത്. അതിനെ ക്ലിക്ക് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുപോകാം. ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് വന്നില്ല, വീണ്ടും ക്ലിക്ക് ചെയ്യും. 2.7 MB ഉള്ള ഒരു ഫയലാണ് ഞാനിപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക എൻ്റെ ക്ലാസ് റൂമിനകത്ത്. ക്ലാസ് റൂമിൽ എങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്.
കണ്ടോ? ടൈഗറിനെ പിടിച്ച് വലിക്കുന്ന ഹാൻഡിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ആവും. ഇപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ആവുന്നത്. ഇപ്പോൾ ടീച്ചറിന്റെ ഇതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അസൈൻമെന്റ് വന്നത് ഒരെണ്ണം വന്നതായിട്ട് മനസ്സിലാവും. ഓക്കേ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ? ഈ ഹാൻഡഡ് ഇൻ എന്ന് വെച്ച് കാണിക്കുന്ന സംഭവം പോയി എന്നാണ് കേട്ടോ. ഹാൻഡഡ് ഇൻ ആയി കഴിഞ്ഞാൽ അസൈൻമെന്റ് പോയി എന്നാണ്. ആരും ഇത് ചോദിച്ചല്ലോ, സോറി. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ സാറേ? തീർച്ചയായും ഇത് അൺസബ്മിറ്റ് ചെയ്ത് ഞാൻ കളയാണേ. ഇതെല്ലാം ക്ലോസ് ചെയ്തു എല്ലാം B4 നിൽക്കുകയാണ്. ഡേ 1 അസൈൻമെന്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ആഡ് ഓർ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ഓർ ക്രിയേറ്റ് എന്നിട്ട് അതിനകത്ത് ഫയല് ക്ലിക്ക് ചെയ്യണം. ഫയല് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ബാക്കി റീസെന്റ് ഉണ്ട്, മൈ ഡ്രൈവ് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട. ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഇതൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫയലിൽ പറഞ്ഞു കൊടുത്ത് അതിനെ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ ഇതാണ്ട് അപ്ലോഡ് ആവുന്നതാണ് കണ്ടോ. ഇത്രയും ചെയ്താൽ മാത്രം പോരാ. ഹാൻഡ് ഇൻ എന്ന് പറയുന്നത്, ഹാൻഡ് ഇൻ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് പോകും. അസൈൻമെന്റ് സബ്മിറ്റ് ആവും. ഹാൻഡഡ് ഇൻ എന്നും പച്ച കളറിൽ കണ്ടു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഓക്കെ 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 ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞുതരാം. കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് നമുക്ക് ഇതിന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പരിപാടിയുണ്ട്. ഒന്നിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യണമെങ്കിലേ ഇതൊരു ഒന്നിൽ കൂടുതൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു. അത് നിങ്ങളൊന്ന് കാണും. നമ്മൾ ബ്രൗസ് ബട്ടൺ കൊടുത്ത് ഈ കൺട്രോൾ ഉണ്ടല്ലോ, കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ശരി. ആ കണ്ടോ, ഇപ്പൊ 2 ഫയല് നമ്മുടെ ഇതിനകത്ത്. ഇത് ഒരുപാട് പേര് സംശയം ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഹാൻഡിൽ അസൈൻമെന്റുകളെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലേക്കാണോ സാറേ വരുന്നേ? അങ്ങനെ ഇട്ടാ വാട്സപ്പിൽ കുറച്ചൊക്കെ ഇടാം. കുറച്ചൊക്കെ നമുക്കൊരു ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാനേ വാട്സപ്പിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടിയ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നമ്മളെ വാട്സപ്പിൽ ഇട്ടാനുള്ള ഗുണം എന്തെന്നോ, എല്ലാവർക്കും കാണാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്തു, അതങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കും. ബാബു സാർ ഉണ്ടോ? ബാബു സാർ നമ്മുടെ ഒരു സാറിനെ പരിചയപ്പെട്ടു. സാർ ഉണ്ടോ എന്ന് ചോദിച്ചെന്നുള്ളൂ. ഓക്കെ 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 ഓക്കെ. വേറെന്തെങ്കിലും സംശയങ്ങൾ? സമയമുണ്ട്, 8:52 ആയുള്ളൂ. ഉപയോഗിക്കൂ, ടൈം ഉപയോഗിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ കോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സംശയങ്ങളില്ല. ഓക്കെ, നമ്മളെ 10 ദിവസം എന്ന് പറയുന്നത് ഇപ്പോ നടക്കുന്നതനുസരിച്ച് 11ാമത്തെ ദിവസമായി. ഒരു ബാച്ചിന് ഒരു കൂടുതലായിട്ട് ഒരെണ്ണം കൊടുത്തു. ഒരു പുതിയൊരു സംവിധാനം നമുക്ക് കിട്ടി, അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. അങ്ങനെ 2ാം ദിവസം ഡേ 2 2ആയിട്ട് സ്പ്ലിറ്റ് ആയി. 2A B എന്ന് പറഞ്ഞ് 2 ദിവസമായി. അപ്പൊ തന്നെ 11ആയി. അപ്പൊ അങ്ങനെ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ, സ്കൂൾ തുറന്ന് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ഒരു ധാരണ, ഭയങ്കര എക്സ്പേർട്ട് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ടൂള്, നമ്മൾ സ്മാർട്ടായിട്ടുള്ള അധ്യാപകരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം, അല്ലേ? മറ്റു പലരും പല എന്റർടൈൻമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ജോലി കൂടുതൽ എളുപ്പമാക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്, അല്ലേ?
അപ്പൊ അതിനെ ഉപയോഗിക്കുക, ഈ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തും. കുറച്ച് സമയം മറ്റ് പല വെക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും ഫാമിലി ആയിട്ടും മറ്റും. കുറച്ച് സമയം നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അടുത്ത അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളായിരിക്കും ഈ AI ടൂളുകൾ നമുക്ക് നൽകുന്നത്. നമുക്ക് ഒരുപാട് ഷൈൻ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളാണ് തുറന്നു തരുന്നത്. കുട്ടികളെ കയ്യിലെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ, നമ്മൾ ഇതിനകത്ത് കുറെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നത് ഈ ബർത്ത്ഡേ, കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ, ആ ബർത്ത്ഡേക്ക് അതിനെ നല്ല ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ വെച്ച് നല്ല രസമുള്ള ഗ്രാഫിക് ഡിസൈൻ ഒക്കെ AI കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിവിടെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യും. നമ്മളെ ബ്യൂട്ടിഫൈ ആയിട്ടുള്ള ഇമേജുകൾ ഉണ്ടാക്കി അത് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ആക്കി ഇടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അപ്പൊ എല്ലാവരും നിങ്ങൾ അങ്ങ് 35 പേര് ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ട്, വീഡിയോ റെക്കോർഡും ബാക്കിയുള്ളവർ കാണും. അപ്പോൾ ഈ ഈ എല്ലാ ആക്ടിവിറ്റികളും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആവുന്നത്. ഈ വർഷത്തെ എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ പറയും. സ്കൂൾ തുറക്കുന്ന ഓരോ സംവിധാനങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഐഡിയാസ് വെച്ച് നമ്മൾ ചെയ്യും. വീഡിയോ ചെയ്യും, പവർ പോയിന്റ് പ്രസന്റേഷൻസ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഒരുപാട് ടെക്നോളജികൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഇന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ നന്ദി. ഇനി ഉള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഏകദേശം 10 ക്ലാസ്സോളം ഇനിയുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് പോകാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, നാളെ 8 മണിക്കല്ലേ സാറേ? നാളെ 8 മണി. ഡേ 2 ആണ് നമ്മളെ ഡേ 2. ഓക്കെ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഷെയർ ചെയ്തേക്കാം, കാണുക, വീഡിയോ കണ്ട് പഠിക്കുക. നമുക്ക് സമയം വളരെ കുറവാണ്. ശനി ഞായറിന്റെ ഒരു പ്രത്യേകതയാണ്, ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച. പിന്നെ ഈ ശനിയും ഞായറും നമ്മൾ ചെയ്തത് അത്രയും ദിവസം കിട്ടും. ഈ 2 ദിവസം ചെയ്തത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അത്രയും ദിവസം കിട്ടും എന്നുള്ള ഒരു പ്രത്യേകതയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടണം. ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, കേട്ടോ? ഓക്കെ. ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ, ഗുഡ് നൈറ്റ്.